സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. ചില പോലീസുകാരുടെ സഹായവും ഇതിന് ലഭിച്ചു. സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചത്. 24 ബിഗ് ബ്രേക്കിംഗ്. അജീഷ് ജയകുമാർ തിരുവനന്തപുരം തത്സമയം ചേരുകയാണ്. അജീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിനെ വളരെ ഗൗരവത്തോടെ സർക്കാർ കാണുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവമായ കാര്യം സംസ്ഥാന പോലീസിലെ ചില ആളുകളുടെ ഒത്താശയോടെ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ സംസ്ഥാനം നടന്നത് എന്നതാണ്. ഏറ്റവും നമ്മളെ ഷോക്കേൽപ്പിക്കുന്ന കാര്യമാണ്. കാര്യം കരുത്തുറ്റ ഡിസിപ്ലിൻഡായ ഒരു പോലീസ് സേനയ്ക്ക് നേരെയാണ് ഇന്റലിജൻസിൻ്റെ ഏറ്റവും വലിയ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. പറയൂ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഗൗരവതരമായ ഒരു ഉള്ളടക്കമുള്ള റിപ്പോർട്ടാണ് സർക്കാരിന് കഴിഞ്ഞ ദിവസം ഇന്റലിജൻസ് നൽകിയിട്ടുള്ളത്. ആഴ്ചകൾക്ക് മുമ്പായിരുന്നു PV അൻവർ MLA ഈ പോലീസിലെ ചില ഉന്നത വ്യക്തികൾക്കെതിരെ യുദ്ധം തുടങ്ങി വെച്ചത്. അത് ആദ്യം മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടായിരുന്നു. മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരെ തുടങ്ങിയ യുദ്ധമായിരുന്നു. പിന്നീടത് ADGP MR അജിത് കുമാറിലേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കുമൊക്കെ എത്തി നിന്നത്. അങ്ങനെ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങളായിരുന്നു PV അൻവർ MLA തുടർച്ചയായ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നത്. പക്ഷേ ഈ സമയങ്ങളിലൊന്നും തന്നെ ADGPയോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥർക്കെതിരെ ഒന്നും നടപടിയെടുക്കാതെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് ഈ SP ആയിരുന്ന സുജിത് ദാസിനെതിരെ നടപടിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ ലംഘനം അത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതായത് ഈ സുജിത് ദാസിനെതിരെ നിലവിൽ പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ വിളി പുറത്തു വന്നതിന് പിന്നാലെയാണ്. അതിലുള്ള പ്രോട്ടോകോൾ ലംഘനത്തെ ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ ADGP MR അജിത് കുമാറിനെതിരെ നിലവിൽ ഒരു നടപടിയും മുഖ്യമന്ത്രി എടുത്തിട്ടില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പോലും അത് വ്യക്തമാക്കി പറഞ്ഞത് അന്വേഷണം പൂർത്തിയാകട്ടെ, അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്നായിരുന്നു. എന്നാൽ ഇന്ന് പുറത്തു വരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ പോലീസിനെ സംരക്ഷിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതായത് പോലീസിനെ നിർവീര്യമാക്കുന്ന തരത്തിൽ ഒരു നടപടിയും ഉണ്ടാകില്ല. സ്വർണ്ണവേട്ട പോലീസ് തുടരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, അതായത് ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മലപ്പുറത്തെ സ്വർണ്ണവേട്ടയെക്കുറിച്ച് പറഞ്ഞത്. ഇതിലും ഈ ഇന്റലിജൻസ് റിപ്പോർട്ടും തമ്മിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ PV അൻവർ MLAയുടെ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇന്റലിജൻസ് പരിശോധന തുടങ്ങിയത്. ഈ പരിശോധനയിൽ നിന്നാണ് ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തുന്നു, അതായത് പോലീസിൻ്റെ മൊറയിൽ നശിപ്പിച്ച് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ അത് നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങളെ അടിച്ചമർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ട് എന്നൊരു ധ്വനിയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് കേസെടുക്കാനും നിർദ്ദേശമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗൂഢാലോചനയ്ക്ക് ചില പോലീസുകാരുടെ സഹായവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ പേര് വിവരങ്ങൾ സഹിതമാണ് ഇന്റലിജൻസ് മേധാവി ഇപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് രഹസ്യാന്വേഷണം തുടരും, ആഭ്യന്തര അന്വേഷണം നടക്കും. ആഭ്യന്തര അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SK. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. സംസ്ഥാന പോലീസ് സേനയ്ക്ക് നേരെ ഗൂഢാലോചന നടന്നു എന്ന രീതിയിലുള്ള പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നു എന്നതല്ല ഏറ്റവും പ്രധാനം. ഈ സേനയ്ക്കുള്ളിൽ തന്നെയുള്ള ചില ആളുകളുടെ ഒത്താശയോടെയാണ് ഇത് സംസ്ഥാനത്ത് അരങ്ങേറിയതെന്നുള്ള കാര്യമാണ്. എന്തായാലും ഗൗരവമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്.